പോരായ്മകൾ കണ്ടിട്ടുള്ളത് ഈ ജിമ്മിന് സജസ്റ്റ് ചെയ്യുന്ന ഡയറ്റുമായിട്ട് വരുന്ന ആൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ പയ്യൻ കഴിക്കുന്ന പ്രോട്ടീൻ 215 ഗ്രാമാണ്. ജിമ്മിൽ പോകുന്ന ഒത്തിരി ആൾക്കാർ നമ്മളോട് പൈൽസുമായിട്ട് വരാറുണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ അത് പൈൽസ് ആകും. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അവർ പ്രോട്ടീൻ, വേ പ്രോട്ടീനും ചിക്കൻ കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുന്നത്. Men, if you go to the gym, please stop lifting heavy weights. Most Indian men believe that if they are going to gym, they have to keep lifting higher and ഇവരെ പോലെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് പ്രോട്ടീനിന് വിപത്തായിട്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണെന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കറിയാം ഒന്നില്ലെങ്കിൽ പ്രോട്ടീനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ജിമ്മിനെ കുറിച്ച് പറയണം, എന്നാൽ അവർ വീഡിയോ റീച്ച് എത്തുന്നുള്ളൂ. നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ പണ്ട് മുതലേ സൊസൈറ്റിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഡോക്ടേഴ്സാണ്. പല ഡോക്ടർമാരും ഡയറ്റിനെ കുറിച്ച് യാതൊരു ബോധ്യം ഇല്ലാതാണ്, നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാവുന്ന പോലും അറിയാതെയാണ് പല സജഷനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ന്യൂട്രീഷനെക്കാട്ടി കൂടുതലോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെക്കാട്ടും കൂടുതൽ അറിവ് ഡോക്ടർമാർക്ക് ഉണ്ടെന്നാണ്. കാരണം നമുക്കറിയില്ല ഓരോരോ വിഭാഗത്തിന്റെ എഡ്യൂക്കേഷൻ എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഡോക്ടേഴ്സിന് ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് മുതലേ നമുക്കൊരു വിശ്വാസമുണ്ട്, ഡോക്ടർമാരെന്ന് പറയുന്നത് സമൂഹത്തിനോട് സത്യം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു സർവ്വജ്ഞാന കോശം. പല ഡോക്ടർമാർക്കും ഡയറ്റിന്റെ ബേസ് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ നാട്ടിലെ ട്രെയിനർമാർക്ക് അറിയുന്ന അത്ര പോലും ഈ ഡോക്ടേഴ്സിന് അറിയില്ല. അത് നിങ്ങളുടെ ട്രെയിനേഴ്സിനോട് ചോദിച്ചാൽ മതി. പല ട്രെയിനർമാരാണ് ഡോക്ടറോട് ഇന്ന ഭക്ഷണം ഒഴിവാക്കണം, ഇന്ന ഭക്ഷണം കഴിക്കണം, ഇതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്, നമ്മൾ എത്ര ഗ്രാം പ്രോട്ടീൻ എടുക്കുന്നതെന്ന് പോലും സജസ്റ്റ് ചെയ്യുന്നത് പല ട്രെയിനേഴ്സാണ്. ഇപ്പം ഞാൻ കാണുന്ന റീലുകളിൽ പ്രോട്ടീൻ ഒരു വില്ലനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഗ്രാം പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്ക് വരും. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫൈബറിന് സ്വയമേ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ബോഡിയിലില്ല. നമ്മുടെ ബോഡിയിൽ സ്റ്റൊമക് ആസിഡ്, pH പോലും മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് പൈൽസ് വരും, ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് വല്ല പൈൽസ് വരാറില്ല. നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നമുക്ക് പൈൽസ് വൺ ഓഫ് ദ റീസൺ. റെഡ് മീറ്റ് എടുക്കരുത്, എഗ് യോക്ക് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റിനെയും ഫൈബറിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ബിസിനസ് കിട്ടുള്ളൂ, കൂടുതൽ പേഷ്യൻസിനും കിട്ടുള്ളൂ. ഞാൻ എല്ലാ ഡോക്ടർമാരെ കുറിച്ചല്ല പറയുന്നത്. വർക്കൗട്ടിനും വെയിറ്റ് ട്രെയിനിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പ്രോട്ടീനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ്, നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കണ്ടന്റ് ക്രിയേറ്റേഴ്സും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവർ സമൂഹത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പ്രോട്ടീനെ കുറിച്ച് റോങ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ സമൂഹത്തിന് പ്രോട്ടീൻ എടുക്കുക എന്ന് പറയുന്നത് പേടിയായിട്ടുള്ള കാര്യമാണ്. അപ്പം വീണ്ടും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നത് കുറയും. അതുമൂലം നമുക്ക് പല അസുഖങ്ങൾ വരും. ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇതിന് ഇമ്പാക്ട് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു 10 മുട്ട നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കഴിച്ചു നോക്കും. അപ്പോൾ അമ്മ പറയും, മോനെ എത്രയും കഴിക്കലേ നിങ്ങൾക്ക് അറ്റാക്ക് വരുന്നു പറയും. ഒരുപാട് റെഡ് മീറ്റ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്യാൻസർ വരുന്നു പറയും. അതിന് വരെ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഒരു 4-5 തവി ചോറ് ഇട്ട് നോക്ക്. അമ്മ പറയും, മോനെ കുറച്ചുകൂടി കഴിക്കും, 2 തവി കൂടി ഇട്ടിട്ടെന്ന് വയ്ക്കും. രാവിലെ പുട്ടും ദോശയൊക്കെ കഴിക്കാൻ ഒരു പുട്ട് കുറ്റി കൂടി എക്സ്ട്രാ തരും. അതായത് പ്രോട്ടീൻ എന്ന് പറയുന്നത് വില്ലനായിട്ടും കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് എസെൻഷ്യൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.